Hi everyone, welcome back to my channel. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പെംഫിഗസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിന്നിൻ്റെ ഒരു അസുഖത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ സ്കിന്നിൽ കുമിളകളായിട്ട് വരുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ചിക്കൻ പോക്സ്, അതിൻ്റെ ഹെർപ്പസ് സോസ്റ്റർ, ഹെർപ്പസ് വൈറസ് ഇൻഫെക്ഷനുകൾ, ഇങ്ങനെയുള്ള പല ഇൻഫെക്ഷനുകളും ഈ കുമിളകളായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ സ്കിന്നിൽ പലയിടങ്ങളിലും കുമിളകളായിട്ട് വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് പെംഫിഗസ്. പെംഫിഗസ് കണ്ടീഷനിൽ അതിൽ സ്കിന്നിൽ മാത്രമല്ല മ്യൂക്കോസ, ഓറൽ മ്യൂക്കോസയിലുമൊക്കെ ഇതുപോലെയുള്ള കുമിളകളോ അല്ലെങ്കിൽ മുറിവുകളോ വരാവുന്നതാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് കുമിളകൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ വരും. ഇതൊരു ഗ്രൂപ്പാണ് പെംഫിഗസ് എന്ന് പറയുമ്പോൾ. ഇതിൽ പല വെറൈറ്റീസും ഉണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയുടെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് പുറത്തു നിന്ന് ഏതെങ്കിലും ശത്രുക്കളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റിയുടെ കോശങ്ങൾ നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും കോശങ്ങൾക്കെതിരെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. അതാണ് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതാണ് ജനറ്റിക് ഫാക്ടേഴ്സ്. ജൂയിഷ് കമ്മ്യൂണിറ്റീസിലും മെഡിറ്ററേനിയൻ ഡിസെൻ്റുള്ള കമ്മ്യൂണിറ്റീസിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരാവുന്നതാണ്, മിഡിൽ ഏജിലും അഡൽട്ട് സ്റ്റേജിലൊക്കെ വരാവുന്നതാണ്. ഈ ചില മെഡിസിനുകളെ കൊണ്ടും മറ്റു ചില അസുഖങ്ങളിലൊക്കെ ഇത് വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുമിളകൾ ഉണ്ടാകുന്നത്? നമ്മുടെ സ്കിന്നിലെ കോശങ്ങൾ അത് നമ്മളൊരു ഇഷ്ടിക വെച്ചതുപോലെ, ഇഷ്ടിക അതിൻ്റെ ഇടയിൽ സിമെൻറ്റ് വെച്ചിട്ട് നമ്മളൊരു വാള് കെട്ടുന്നത് പോലെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ബോണ്ട്, ഇപ്പോൾ ഒരു സിമെൻറ്റ് അത് പൊട്ടിപ്പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വെള്ളം ഈ ബോണ്ട് പൊട്ടുമ്പോൾ അതിൽ പുറത്തേക്ക് വന്നിട്ട് ഈ സ്കിന്നിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഒരു കുമിളകായിട്ട് വരും. അതാണ് ബേസിക്കലായിട്ട് നടക്കുന്നത്. അപ്പോൾ പെംഫിഗസിൽ ഒരു ഡെസ്മോഗ്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർഫസ് ആൻറ്റിജൻ എന്ന് പറയും, അതിനെതിരെ ഒരു അറ്റാക്ക് വരികയാണ്. അങ്ങനെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്നാണ് ഇങ്ങനത്തെ കുമിളകൾ ഉണ്ടാകുന്നത്. ഇതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട്. പെംഫിഗസ് വൾഗാരിസ്, ഫോളിയേഷ്യസ്, പാരാനിയോപ്ലാസ്റ്റിക് പെംഫിഗസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അതിൽ പെംഫിഗസ് വൾഗാരിസ് എന്ന് പറയുമ്പോൾ അത് ഡെസ്മോഗ്ലിൻ 3 എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിജനെതിരെയാണ് അറ്റാക്ക് വരുന്നത്. അപ്പോൾ അത് സ്കിന്നിലെ എപ്പിഡെർമൽ ലെയറിലുണ്ട്. അതുപോലെ പെംഫിഗസ് ഫോളിയേഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയുണ്ട്, അത് ഡെസ്മോഗ്ലിൻ 1-നെതിരെയാണ് ഇതിന് ആൻറ്റിബോഡി ഉണ്ടാകുന്നത്. ഇനി പാരാനിയോപ്ലാസ്റ്റിക് പെംഫിഗസ് ആണ് വളരെ റെയറാണ്. അപ്പോൾ അത് ക്യാൻസറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണിത്. വളരെ റെയറായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കാണുക? ഇതിൽ ചിലപ്പം സ്കിന്നിൽ കുമിള വരുന്നതിന് മുന്നേ തന്നെ ആദ്യം വരിക ചിലപ്പം വായിലൊരു അൾസറായിട്ടാവും വരിക. ആ അൾസർ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, ബ്ലീഡിങ് ഉണ്ടാകും, മെല്ലെ ഹീലാവുള്ളൂ. ഇനി അതിൻ്റെ കൂടി സ്കിന്നിൽ ഈ കുമിളകൾ വരുമ്പോൾ അത് വലിയ കുമിളകളായിട്ട് മാറാം. അത് പെട്ടെന്ന് പൊട്ടിയിട്ട് ഒരു നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഇറോഷൻ ഒരു ഏരിയ ഉണ്ടാക്കാം. അത് ക്രസ്റ്റ് ചെയ്യാം, അതിന് ഒരു വെള്ളം ഇരിക്കുന്ന ഊസിങ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലൂയിഡിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ആ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിലൊരു പ്രത്യേക ഒരു സൈൻ ഉണ്ട്, നിക്കോൾസ്കി സൈൻ എന്ന് പറയും. ഈ ഒരു സ്കിന്നിൽ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ആ പ്രഷർ കൊടുത്ത ഭാഗത്ത് ഒരു ബുള്ള ഡെവലപ്പ് ചെയ്തത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിന് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ഇങ്ങനെ ഇത് കുമിള വന്ന് ആ കുമിളയിൽ വേറെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് അങ്ങനെ ആ ഇൻഫെക്ഷൻ ബ്ലഡിലേക്ക് ബാധിക്കുക, അങ്ങനെ സെപ്റ്റിസീമിയ, അതൊക്കെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത്. പിന്നെ ഈ വെള്ളത്തിൽ കൂടി, ഈ കുമിളയിൽ കൂടി ഒരുപാട് വെള്ളം പോകുമ്പോൾ ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റും അതിൽ സോഡിയം പൊട്ടാസ്യത്തിനൊക്കെ ഒരു ബാലൻസ് നഷ്ടപ്പെടും. അതുപോലെ ബോഡിയിലെ പ്രോട്ടീനും നഷ്ടപ്പെട്ടത് ഹൈപ്പോ ആൽബുമിനിയ എന്ന കണ്ടീഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ 2 തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് ഗോള് സെറ്റ് ചെയ്യുക. ഒന്നെന്താ വെച്ചാൽ ഇപ്പോൾ വന്നൊരു പ്രശ്നം പെട്ടെന്ന് നിൽക്കണം. രണ്ടാമത്തേന് വരുന്നതിന് അതിൻ്റെ അളവ് നമ്മൾ കുറക്കണം. അപ്പോൾ അതിന് പലതരം മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻസ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റീറോയിഡ് അല്ലെങ്കിൽ അതുപോലെ ഇമ്മ്യൂണോ സപ്രസൻസ്, ബയോളജിക്കൽ ഏജൻസ്, അങ്ങനെ പലതരം മെഡിസിൻസ് ഉണ്ട്. അത് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് ഇപ്പം അപ്ലൈ ചെയ്താൽ മതിയോ, കഴിച്ചാൽ മതിയോ, ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണോ എന്നുള്ളതൊക്കെ ആ ട്രീറ്റിംഗ് ഡോക്ടർ അവരുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് അതിനെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. ചില ആളുകൾക്കെങ്കിലും അഡ്മിറ്റൊക്കെ ചെയ്തിട്ടുള്ള ചികിത്സകളൊക്കെ മെഡിക്കൽ കോളേജസിലൊക്കെ ചെയ്യാറുണ്ട്.